എല്ലാ തലങ്ങളിലുമുള്ള സ്കൂളുകളിലെ മുസ്ലിങ്ങൾ അല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഇസ്ലാം പഠനം നിർബന്ധമല്ലെന്ന് വ്യക്തമാക്കി പാകിസ്ഥാനിലെ വിദ്യാഭ്യാസ വകുപ്പ്. ജനുവരി 22-ന് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വിജ്ഞാപനമനുസരിച്ച് ഇസ്ലാം ഒഴികെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ മതത്തിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ ഇസ്ലാം പഠനം നിർബന്ധമല്ല. ഇതുമൂലം അവരുടെ സ്കൂൾ ഗ്രേഡിൽ മാറ്റം വരുന്നതല്ലെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. മതവിദ്യാഭ്യാസത്തിനുള്ള പുതിയ പാഠ്യപദ്ധതി 2024-25 അധ്യയന വർഷത്തിൽ പ്രാബല്യത്തിൽ വരും. 20 വർഷമായി നടത്തുന്ന പോരാട്ടം വിജയം കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് പാകിസ്ഥാൻ ന്യൂനപക്ഷ ടീച്ചേഴ്സ് അസോസിയേഷന്റെ തലവനും അധ്യാപകനുമായ അഞ്ജും ജെയിംസ് പോൾ പറഞ്ഞു. എല്ലാ വിദ്യാർത്ഥികൾക്കും വിവേചനമില്ലാതെ തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉണ്ടെന്നും ബഹുസ്വരത സംരക്ഷിക്കപ്പെടുന്നുവെന്നും ഉറപ്പാക്കാൻ ഇതിലൂടെ കഴിയുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മതവിദ്യാഭ്യാസത്തിനുള്ള പാഠപുസ്തകങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് മാത്രം സംസാരിക്കുകയോ മറ്റ് മതങ്ങളെ നിഷേധാത്മകമായി ചിത്രീകരിക്കുകയോ ചെയ്യുന്നത് കുട്ടികളുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. പാകിസ്ഥാനിലെ ക്രിസ്ത്യൻ സമൂഹം 1 മുതൽ 6 വരെ ഗ്രേഡുകളിലേക്കുള്ള പുതിയ ദേശീയ മതവിദ്യാഭ്യാസ പാഠ്യപദ്ധതിക്ക് പാഠപുസ്തകങ്ങൾ അവതരിപ്പിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.